നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സിനിമാ നടിമാർക്ക് നൽകാൻ എത്തിച്ച 1/2 കിലോ MDMA-യുമായി ചെമ്മാട് സ്വദേശി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ചെമ്മാട് കൊടിഞ്ഞി റോഡ് 9-ാം വളവ് സ്വദേശി ഐറ്റുപീഡിയേക്കൽ അബു താഹിർ, കാളിക്കാവ് സ്വദേശി വേവുന്തറ വീട്ടിൽ മുഹമ്മദ് ഷബീബ് എന്നിവരാണ് പിടിയിലായത്. 510 ഗ്രാമോളം MDMA-യാണ് പോലീസ് പിടിച്ചെടുത്തത്. അതേസമയം ചെമ്മാട് സ്വദേശിയായ അബു താഹിർ കേസിൽ അറിയാതെ പെട്ടുപോയതാണെന്ന് കുടുംബം പറയുന്നു. വാഴയൂർ അഴിഞ്ഞിലത്ത് വെച്ചാണ് ലഹരിയുമായി എത്തിയ ഷബീബ് പിടിയിലായത്. ലഭിച്ച ലഹരി മരുന്നടങ്ങിയ ബാഗ് കൈമാറാനായി കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഡാൻസ് ഓഫ് SI ഷിജിലും സംഘവുമാണ് ഇയാളെ വലയിലാക്കിയത്. വിദേശ മാർക്കറ്റിൽ കോടികൾ വില വരുന്ന വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ATS, കസ്റ്റംസ് എന്നിവരുടെ സഹായത്തോടെ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് വരികയായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് അഴിഞ്ഞിലം ഭാഗത്ത് പരിശോധനയ്ക്കെത്തിയത്. ഇയാളിൽ നിന്നും 1 കോടി രൂപ വില വരുന്ന 510 ഗ്രാമോളം തൂക്കം വരുന്ന MDMA-യും അയാൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര റിസോർട്ടിൻ്റെ സമീപത്ത് വെച്ച് സിനിമാ നടിമാർക്ക് MDMA കൈമാറണമെന്ന വിവരമാണ് ലഭിച്ചതെന്നാണ് അറസ്റ്റിലായ പ്രതി മുഹമ്മദ് ഷബീബ് പോലീസിന് നൽകിയ മൊഴി. ഈ നടിമാരുടെ പേരുകൾ പിന്നാലെ അറിയിക്കാമെന്ന വിവരത്തെ തുടർന്നാണ് റിസോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയതെന്നാണ് ഷബീബ് പോലീസിനോട് പറഞ്ഞത്. ഇന്നലെ രാത്രി അഴിഞ്ഞിലം കടവ് റിസോർട്ടിൻ്റെ പാർക്കിങ്ങിൽ വെച്ച് കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ഷിജിലിൻ്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് മുഹമ്മദ് ഷബീബ്. ഷബീബ് നൽകിയ വിവരത്തെ തുടർന്നാണ് ഒമാനിൽ നിന്ന് ലഹരി എത്തിച്ച ചെമ്മാട് സ്വദേശി അബു താഹിറിനെ വലയിലാക്കിയത്. ഒമാനിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷബീബ് 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. അബു താഹിർ ഷബീബിൻ്റെ നിർദ്ദേശപ്രകാരമാണ് MDMA വിദേശത്ത് നിന്ന് എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഒമാനിൽ നിന്ന് പാൽപ്പൊടി പാക്കറ്റുകളിലാക്കി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയത്. തുടർന്ന് ഷബീബിന് കൈമാറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കൊണ്ടോട്ടി DYSPയും സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും പ്രതിയെ ചോദ്യം ചെയ്തു. ലഹരി മരുന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പുതുവത്സര പാർട്ടി ലക്ഷ്യം വെച്ച് കൊച്ചി, ഗോവ എന്നിവിടങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്നതിനായാണ് സംഘം ലഹരി മരുന്ന് എത്തിക്കുന്നത്. നാട്ടിലെത്തിച്ച ശേഷം ആവശ്യക്കാർക്ക് കൈമാറുന്നതാണ് രീതി. സംഭവത്തിൽ കൂടുതൽ പേരുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന്റെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെൽ DYSP NOCB, കൊണ്ടോട്ടി DYSP സേതു, മലപ്പുറം DYSP ഷിനോജ്, അരീക്കോട് ഇൻസ്പെക്ടർ സിജിത്ത്, സബ് ഇൻസ്പെക്ടർ ഷിജിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങളായ CPO അബ്ദുള്ള ബാബു, മുസ്തഫ, രതീഷ്, സുബ്രഹ്മണ്യൻ, വാഴക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. പ്രതിയെ പിന്നീട് മലപ്പുറം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അതേസമയം ചെമ്മാട് സ്വദേശിയായ അബു താഹിർ കേസിൽ അറിയാതെ പെട്ടുപോയതാണെന്ന് കുടുംബം പറയുന്നു. ഒമാനിൽ നിന്ന് വരുമ്പോൾ മറ്റൊരാൾ പാൽപ്പൊടിയാണെന്ന് പറഞ്ഞു നൽകിയതാണെന്നും ഇത് MDMA ആണെന്ന് അറിയില്ലായിരുന്നുവെന്നും കേസിൽ പെട്ടുപോയതുമാണെന്നാണ് കുടുംബം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.